ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ കർണാടക സർക്കാർ ആടി ഉലയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരുപറ്റം MLA മാർ രംഗത്തെത്തി. അതുമാത്രവുമല്ല, എല്ലാ സമുദായത്തിനും പ്രാധാന്യം നൽകുന്ന രീതിയിലേക്ക് ഉപമുഖ്യമന്ത്രിമാരെ നിയമിക്കണമെന്ന ഒരു ആവശ്യം കൂടി മുൻപോട്ട് വെച്ചിരുന്നു. JDSന്റെ നേതാവ് ഇപ്പോഴത്തെ MP കുമാരസ്വാമി പറഞ്ഞിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കർണാടക സർക്കാർ നിലംപതിക്കും, 60ഓളം കോൺഗ്രസ് MLA മാർ തങ്ങളുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് കുമാരസ്വാമി പറഞ്ഞതുമായി ഇതുമായി ചേർത്ത് വായിക്കപ്പെടേണ്ടതുണ്ട്. ഏതായാലും DK ശിവകുമാർ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ആടി ഉലഞ്ഞു പോവുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സർക്കാർ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മറനീക്കി ഇതുപോലെ തന്നെ വിമത ശബ്ദം ഉയർന്നിരുന്നു. ഇപ്പോൾ കൂടുതൽ ശക്തമായി തന്നെ കൂടുതൽ സമുദായങ്ങളും DK ശിവകുമാറിനെ പിന്തുണച്ച് രംഗത്ത് എത്തിയിരിക്കുന്നു. അങ്ങനെ നിർണായകമായ ഒരു കാര്യങ്ങളിലേക്കാണ് അനുനിമിഷം കർണാടക രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.